ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഏഞ്ചൽ തോമസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താട്ടോ. ഒരു ഷോയ്ക്ക് വേണ്ടി വന്നതാ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ലുക്ക് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് താമസിച്ച് പോയത് കൊണ്ട് തന്നെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കട്ട പ്രാക്ടീസ്. നമ്മുടെ മോൻസിക്കുട്ട മേൽനോട്ടത്തിനൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷ്മി സിൽക്സിന്റെ ഷോയ്ക്കാണ് ഞാൻ വന്നത്. പിന്നെ അടുത്ത പരിപാടി ഫുഡ് അടിയാണല്ലോ. ഫുഡ് അടി കഴിച്ചതിന് ശേഷമല്ലേ നമുക്ക് എന്തെങ്കിലും കടക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞ് റെഡിയാകാന്നുള്ള രീതിയിൽ ഞാൻ പോയി കേട്ടോ. ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒട്ടും വൈകിയില്ല, നേരത്തെ അങ്ങ് നടന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഡാലു ബേബി മോഡൽസിനെല്ലാം വേണ്ട ഔട്ട്ലുക്കും എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. മോൻസിയാണ് മേക്കപ്പിന്റെ തിരക്കിലും. അങ്ങനെ മോൻസി വൈറ്റ് വാഷ് അടിക്കാൻ മാത്രമേ ഉള്ളല്ലോ. എന്താണ് എനിക്ക് മുണ്ടായിരുന്നു. ഞാൻ നേരെ പെട്ടെന്ന് പോയി മേക്കപ്പ് ചെയ്തു കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ ഹെയർ ചെയ്യാനായിട്ട് ഈസിയാണ്. ഹെയർ ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ എന്തൊക്കെ പരിപാടികളുണ്ടല്ലേ. ഇനിയിപ്പോൾ സാരി ഡ്രൈപ്പിംഗ് ഉണ്ട്. ഡ്രൈപ്പിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. മോഡൽസ് എല്ലാവരും റെഡിയായി. ഞാൻ പിന്നെ പണ്ടേ ലാസ്റ്റ് ആഡ്. അതുകൊണ്ട് ഡ്രൈപ്പിംഗ് ഒക്കെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ ഗൈസ്. അതിനിടയ്ക്ക് ഞങ്ങൾ മോഡൽസ് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. ഇത് എന്റെ പകുതി ഔട്ട്ലുക്ക് കഴിഞ്ഞു കേട്ടോ. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ. ഈ ലുക്കിൽ ക്രിസ്ത്യനും ഈ ലുക്കിൽ മുസ്ലിമും ആയിട്ടാണ്. നൈസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ബ്രൈഡ് ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. എനിക്ക് 2 ഔട്ട്ലുക്ക് ഉണ്ട്. അതിനകത്ത് ഒന്ന് ഇതാണ്. എന്റെ കോസ്റ്റ്യൂം വരുന്നത് വയലറ്റ് ആണ്, പാർട്ടി വെയർ ആയിട്ട്. ഇത് പിന്നെ മുസ്ലിം ബ്രൈഡ് ആയിട്ട്. അപ്പോൾ നൈസായിട്ട് ഷോയൊക്കെ കാണാം അല്ലേ. ഇതാട്ടോ ഹാൻഡ് ബേബി. അപ്പൊ ഹാൻഡ് ബേബിയുടെ അടുത്ത് ബായി ഒക്കെ പറഞ്ഞതിന് ശേഷം നൈസായിട്ട് ഷോയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ പോവാ. ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ശരി, ബൈ.